ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ പോകുന്നത് വീട് റിനോവേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ വീടിൻ്റെ റിനോവേഷനിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരു വീട് റിനോവേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതിന് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്നൊക്കെയാണ് ഇതിൽ കൂടെ ഞാൻ വിശദീകരിക്കുന്നത്. ഒരു വീടിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട റൂമുകളുടെ സൗകര്യങ്ങൾ, നമ്മുടെ വീടിന് നമ്മുടെ അനുദിന ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സൗകര്യങ്ങൾ, നമുക്ക് എന്തൊക്കെയാണ് തടസ്സങ്ങളായിട്ടുള്ളത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് വീട്ടിലുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീട് റിനോവേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെ വീട് പുതുക്കി പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അഡീഷണലായിട്ട് വേണം, എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്ക് പുതിയതായിട്ട് വേണ്ടത്, ആധുനികമായിരിക്കുന്ന ഒരുപാട് പുതിയ ഉപകരണങ്ങൾ, പുതിയ സൗകര്യങ്ങൾ, പുതിയ മെറ്റീരിയലുകൾ, പുതിയ ടെക്നോളജികൾ, ലൈറ്റിങ്സുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും, ഫ്ലോറിങ്ങിലായാലും ബെഡ്റൂമിലായാലും അതുപോലെ ബാത്റൂംസ് ഉപയോഗിക്കുന്ന ഫിറ്റിങ്സുകളും ആക്സസറീസുകളിലും ആയാലും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും നിരവധിയായിരിക്കുന്ന പുതിയ ടെക്നോളജികളും പുതിയ ഉൽപ്പന്നങ്ങളും കൂടുതൽ പഴയ പല ഉപകരണങ്ങൾക്കും പകരമായിട്ടുള്ള നവീനമായിരിക്കുന്ന ചുരുങ്ങിയ സ്ഥലത്തിൽ കൂടുതൽ പെർഫോം ചെയ്യുന്ന പല ഉപകരണങ്ങളും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് ഇതിൽ കൂടെ പറയുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ വിഷയം നിൽക്കുന്നില്ലേ, 1-2 വീഡിയോകൾ കൂടി അഡീഷണലായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ താമസിക്കുന്ന വീടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ. പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവികമായിരിക്കുന്ന കാര്യങ്ങൾ, വീടുകളിൽ ചെയ്യുന്ന നമ്മുടെ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾക്ക് നമ്മുടെ സൗകര്യത്തിന് എന്തെങ്കിലും പ്രയാസം നേരിടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്താണ്, അതിനെന്തെല്ലാം പരിഹാരങ്ങൾ വരുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു വീടിൻ്റെ സൗകര്യത്തോടെ നമുക്ക് നിലവിലുള്ള വീട്ടിൽ കൂടുതലായിട്ട് അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടതായിരിക്കും സൗകര്യങ്ങൾ, അതിനൊക്കെയുള്ള എന്തെല്ലാം ഓപ്ഷനുകളാണ് നിലവിലുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, അന്വേഷിച്ചിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം വീടൊരു പുതുക്കി പണിയുന്നതിന് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് ഒരു റിനോവേഷന് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ആദ്യമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക്, എന്തൊക്കെ കാര്യങ്ങൾ എക്സ്റ്റീരിയറിന് മോടി പിടിപ്പിക്കാനായിട്ട് നമുക്ക് വേണം, എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ഔട്ടർ ലുക്കിന് വരുത്താൻ സാധിക്കും, എവിടെ മെയിൻ ഡോറിൻ്റെ കാര്യങ്ങൾ, അതുപോലെ വിൻഡോ, അതുപോലെ ക്ലാഡിങ്, ഷെയ്ഡ്സുകൾ, അതുപോലെ ബാൽക്കണി ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, പുറത്തെ പില്ലറുകളോ ബീമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഏത് രീതിയിൽ വേണം ചെയ്യാൻ. അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളപ്പൊക്കമോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ വീടിൻ്റെ തറയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബലക്ഷയമോ പില്ലറിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള റിനോവേഷൻ തുടങ്ങാൻ. രണ്ടാമത്തെ കാര്യം, ഇൻറ്റീരിയർ ചെയ്യുന്ന എന്തെല്ലാം സൗകര്യങ്ങൾ, അകത്തെ വാളിൻ്റെ ഫിനിഷിങ്, സ്റ്റോറേജുകൾ, കിച്ചൺ, മോഡുലർ കിച്ചൺ സൗകര്യങ്ങൾ,
അതുപോലെ ലൈറ്റ് ഫിറ്റിങ്സുകൾ, ക്രോക്കറി യൂണിറ്റ്സുകൾ, ഡൈനിങ്ങിൽ ഉള്ള ഫർണിഷിങ് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, വാളുകൾ ഏതെല്ലാം തരത്തിൽ മോടി പിടിപ്പിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യേണ്ട ആവശ്യം. അടുത്തതായിട്ട് ഫ്ലോറിങ് ഏതെല്ലാം തരത്തിൽ, ഇപ്പം നിലവിലുള്ള ഫ്ലോറിങ് സിമെൻറ്റ് കൊണ്ടുള്ളതാണോ, മൊസൈക്ക് കൊണ്ടുള്ളതാണോ, അല്ലെങ്കിൽ സെറാമിക് ടൈൽസ് കൊണ്ടുള്ള ഫ്ലോറിംഗ് ആണോ, അതുമല്ലെങ്കിൽ വെട്രിഫൈഡ് ടൈൽസിൻ്റെ പഴയ മോഡൽ വെട്രിഫൈഡ് ടൈൽസ് കൊണ്ടുള്ളതാണോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ പുതിയ ടൈലുകൾ ലേ ചെയ്യുക, അല്ലെങ്കിൽ മാർബിളുകൾ, ഗ്രാനൈറ്റുകൾ ലേ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതുമല്ലാത്ത പുതിയ തരം എപ്പോക്സി ഫ്ലോറിങ്ങുകളോ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെ നമ്മുടെ സൗകര്യത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കും. അതുപോലെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ വിൻഡോസും അതുപോലെ ഡോറുകളും. അപ്പം നിലവിൽ നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഡോറുകളുണ്ടോ, അല്ലെങ്കിൽ അത്യാവശ്യമായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഡോറുകളില്ലാതിരിക്കുന്നുണ്ടോ, അല്ലെ വിൻഡോകൾക്ക് വിചാരിക്കുന്ന അത്ര കാറ്റിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചവും കാറ്റും കടന്നു വരാത്ത പ്രശ്നങ്ങളുണ്ടോ, ഇരുണ്ട റൂമുകളുണ്ടോ, ഇരുണ്ട റൂമിൽ ഏതെല്ലാം തരത്തിൽ വെളിച്ചം വരുത്താനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു പുതിയ വീടിൻ്റെ കാര്യത്തിൽ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ അതിലെ അനുഭവസ്ഥരെന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആ നിലയിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതെല്ലാം നമ്മൾ ഒരു വീട് റിനോവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ ചെയ്യാൻ TV ആയാലും അതുപോലെ ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജി മെറ്റീരിയലുകൾ, ഹോം തിയേറ്ററുകൾ, അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലും അതത് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിരവധിയായിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വീടുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, സെക്യൂരിറ്റി ഉപകരണങ്ങൾ, CCTV പോലെയുള്ള സൗകര്യങ്ങൾ, അതിനു വേണ്ട വയറിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഗീസറുകൾ, ഹീറ്ററുകൾ, അതുപോലെ എയർ ഫ്രഷറുകൾ, അങ്ങനെയുള്ള നിരവധി ഉപകരണങ്ങൾ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പുതിയ കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്ലഗ് പോയിൻറ്റുകൾ, സ്വിച്ചുകൾ എന്നിവയൊക്കെ ഇപ്പം പഴയ വീടുകളേക്കാൾ കൂടുതലായിട്ട് പുതിയ വീടുകളിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ആവശ്യം. അതുപോലെ പ്ലംബിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്ലംബിങ്ങിൽ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പഴയ പ്ലംബിങ് ലൈനുകളൊക്കെ ആയിരുന്നെങ്കിൽ GI പൈപ്പിലൊക്കെ ആയിരുന്നു ചെയ്യുക. അതൊക്കെ കുറേ കാലത്തിന് ശേഷം റസ്റ്റ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ PVCയോ അതുപോലെയുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കമ്പനികളുടെ നിരവധി മെറ്റീരിയലുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് വെള്ളത്തിന് കേടുവരുത്താതെ, അതുപോലെ ലീക്കും അതുപോലെയുള്ള സീപ്പേജിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത നിരവധി മെറ്റീരിയൽ പ്ലംബിംഗ് കാര്യങ്ങളിൽ ഉപയോഗിക്കാം. അതുപോലെ ടാപ്പുകളും CP ഫിറ്റിങ്സുകളും നിരവധി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിറ്റിങ്സുകൾ ഇന്ന് അവൈലബിളാണ്. പഴയതുപോലെയുള്ള ഫോഴ്സായിട്ട് വെള്ളം വന്ന് വീഴുന്ന ടൈപ്പ് ടാപ്പുകളല്ല, ഫോം ഫ്ലോ പോലെയുള്ള ടാപ്പുകൾ, അതുപോലെ ഓവർ ഹെഡ് ഷവറുകളിലുള്ളത്, ഷവർ പാർട്ടീഷന്, ഷവർ ക്യൂബിക്കിൾസുകൾ, അതുപോലെ ബാത്റൂംസിലെ കമ്മോഡ്സുകളിലെ പുതിയ ഫിറ്റിങ്സുകൾ, കൺസീൽഡ് വാട്ടർ ടാങ്കുകൾ, അതിൻ്റെ ഫ്ലഷ് വാൾവുകൾ, അങ്ങനെയുള്ള ഹെൽഫോസെറ്റിൻ്റെ ഹാൻഡ് ഷവറിൻ്റെ അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ, ജക്കൂസിയുടെ സൗകര്യങ്ങൾ, അല്ല ബാത്ത് ടബാണെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ബാത്റൂമുമായിട്ട് പ്ലംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യാനും കഴിയും. എന്നാൽ പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ വേണ്ടാത്ത ഫെസിലിറ്റികൾ നമുക്ക് എന്തൊക്കെയുണ്ടോ അത് ഒഴിവാക്കാനും നമുക്ക് സാധിക്കും.
അതുപോലെ ബാത്റൂമിൽ വേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് എക്സോസ്റ്റ് ഫാനുകൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരു ഐഡിയ ആക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഇതൊക്കെയാണ് ഒരു വീടിൻ്റെ റിനോവേഷന് വേണ്ടി നമുക്ക് ആലോചിക്കുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. മോഡേൺ വീടുകളാക്കിയിട്ട് നമുക്ക് മാറ്റുകയാണെങ്കിൽ എന്തെല്ലാം മോഡേൺ മെക്കാനിസവും ഫിറ്റിങ്സുകളും ഏതെല്ലാം സ്റ്റൈലുകളിൽ എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ചുകളാണ് വരുത്തേണ്ടതെന്നുള്ളതും നമ്മുടെ സ്വാഭാവികമായിരിക്കുന്ന ജീവിത സാഹചര്യത്തിന് ഈ വീടിൻ്റെ രൂപഘടനയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നല്ലൊരു കൺസൾട്ടൻറ്റിനെ വെച്ച് നല്ല രീതിയിൽ നമുക്ക് രൂപകൽപ്പന ചെയ്ത് മനോഹരമായിരിക്കുന്ന വീട്, നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിരിക്കുന്ന വീട്, നമ്മളുടെ ഉപയോഗത്തിനും ജീവിത രീതിക്കും ഇണങ്ങുന്ന ഒരു വീട് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇതിൻ്റെ ഓരോ പോയിൻ്റുകളും ഇപ്പോൾ ഇലക്ട്രിക്കൽ, അതുപോലെ പ്ലംബിങ്, ഫ്ലോറിങ്, വാൾ ഡെക്കറേഷൻസ്, അതൊക്കെ റിനോവേഷൻ വർക്കിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഓരോ പോയിൻ്റുകളായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ഇത് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നന്ദി.